എവ്രിവൺ. കുട്ടികളുടെ സെൻസോറിയൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇനിയും അതിനെക്കുറിച്ച് അറിയില്ല എന്നാണെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്പർ 1, പിങ്ക് ടവർ. പിങ്ക് ടവർ പ്രധാനമായിട്ടും കുട്ടികൾ ഉപയോഗിക്കുന്നത് വിഷ്വലൈസേഷൻ പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഫോർ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് കുട്ടികളിൽ അതിൻ്റെ ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. ഇനി രണ്ടാമത്തെ ടൂൾ പറയാം അല്ലേ, അതാണ് ബ്രൗൺ സ്റ്റെയർ. ബ്രൗൺ സ്റ്റെയറിന് പൊതുവെ ബ്രോഡ് സ്റ്റെയർ എന്നും പറയാറുണ്ട്. ഇതും ഒരു കുട്ടിയുടെ വിഷ്വലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റീരിയൽ ആണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്പേഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്പേഷ്യൽ അവയർനെസ്, അതേപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ്, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവെ ബ്രൗൺ സ്റ്റെയർ അല്ലെങ്കിൽ ബ്രോഡ് സ്റ്റെയർ ഉപയോഗിക്കാറുള്ളത്. അതായത് കുട്ടിയുടെ ദൃശ്യം സ്പർശന ധാരണ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മോണ്ടിസോറി സ്റ്റഡി മെറ്റീരിയലിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെൻസോറിയൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏത്? ബ്രൗൺ സ്റ്റെയർ. അടുത്തത് കുട്ടികൾക്ക് പ്രധാനമായിട്ടും സെൻസോറിയൽ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്പർ റോഡ്സ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കാപ്പബിലിറ്റി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. എന്നാൽ നമ്പർ റോഡ്സിലേക്ക് വരുമ്പോൾ നമ്പറിംഗ് സിസ്റ്റത്തെ കുറിച്ച് കുട്ടിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്പർ റോഡ്സ്. അപ്പൊ ഈ പറയുന്ന ബ്രൗൺ സ്റ്റെയർസ്, പിങ്ക് ടവർ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, അതേപോലെ തന്നെ നമ്പർ റോഡ്സ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഒരു കുട്ടിയുടെ പ്രത്യേകിച്ചിട്ട് ആ കുട്ടിയുടെ പഠനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ വിഷ്വൽ കപ്പാസിറ്റി കൂടുന്നുണ്ട്, ആ കുട്ടിക്ക് കൂടുതലായിട്ടുള്ള സ്പേഷ്യൽ അവയർനെസ് കിട്ടും. അതേപോലെ തന്നെ നമ്പറിംഗ് സിസ്റ്റത്തോടും വേർഡ്സ് ലെറ്റേഴ്സിനോടൊക്കെ കൂടുതൽ ബന്ധം ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് മോണ്ടിസോറി സ്റ്റഡി പാറ്റേണിൽ മാത്രമാണ്. അപ്പോൾ കുട്ടികൾ വളരെ മികച്ച രീതിയിൽ അവരുടെ ഏകദേശം പ്രൈമറി സ്റ്റേജ് മുതൽ തന്നെ അവരിൽ ഡെവലപ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ് എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ മോണ്ടിസോറി മെത്തേഡ് ഉപയോഗിക്കണം എന്നാണെങ്കിൽ മോണ്ടിസോറിയെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആ കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സ്കിൽ മേറ്റ് മോണ്ടിസോറിയെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. കൂടുതൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഒന്ന് ലൈക്ക് ചെയ്യുക.